Hi guys, welcome back in another video. It's me Hasina Ishaq. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു മേക്കപ്പ് ലുക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ ചാനൽ തുടങ്ങിയിട്ട് ഇതുവരെ മേക്കപ്പ് ലുക്ക് ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുണ്ട് കേട്ടോ. കാരണം ഞാൻ കുറേ ആയിട്ട് വിചാരിക്കുന്നു ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യണമെന്ന്. പക്ഷേ ഇതുവരെ സാധിച്ചിട്ടില്ല. ഇപ്പോഴാണ് നമുക്കൊരു അവസരം വന്നെത്തിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിഥി റാവുവിൻ്റെ മേക്കപ്പ് ലുക്കാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല. അതുമല്ല ഞാൻ ഭയങ്കര മേക്കപ്പ് ആർട്ടിസ്റ്റും കാര്യങ്ങളൊന്നുമല്ല. അപ്പോൾ അത് അധികം വലിച്ചു നീട്ടാതെ നമ്മൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ മുഖം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് എൻ്റെ അടുത്തുള്ള ഒരു ഫേസ് വാഷ് വെച്ചിട്ട് ഞാൻ മുഖം ക്ലീൻ ചെയ്തെടുക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ അതിൽ നിന്നുള്ള അങ്ങോട്ട് പുറത്ത് വരണ്ടേ, കാരണം എന്താ അത് തീരാനായിട്ടുണ്ട് ഏകദേശം. എന്നാലും ഞാൻ വിട്ടെടുക്കില്ല ഗായ്സ്. അതിലുള്ളതൊക്കെ ഞെക്കി പിഴിഞ്ഞ് പുറത്തെടുത്തിട്ട് കുറച്ച് മുഖത്തൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്യണം, മുഖം കഴുകണം. അപ്പോൾ അത് ഇവിടുന്ന് പറ്റില്ല, ഞാൻ ബാത്റൂമിൽ പോയിട്ട് ഒന്ന് മുഖം കഴുകിയിട്ട് വരാം. അപ്പോൾ അത് മുഖം കഴുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിത് എൻ്റെ അടുത്തുള്ള ഒരു ടർക്കി വെച്ചിട്ട് മുഖമൊക്കെ ഒന്നായിട്ട് തുടച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം പിന്നെ ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ ഇതായിട്ടും കഷ്ടപ്പെട്ടുള്ളൊരു പണിയാട്ടോ, ലെൻസ് വെക്കാമെന്ന് പറയുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ലെൻസ് വെക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മോനൂസ് എന്നെ കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കരിഞ്ഞ് മെഴുകി അവസാനം ഞാൻ ലെൻസ് വെച്ചു. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ വേറെ തന്നെ ഇടാം കേട്ടോ. ഇതിലും കൂടി ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ലെങ്ത്തായിപ്പോൾ. അത് പ്രത്യേകിച്ച് ഞാൻ മേക്കപ്പും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല കേട്ടോ, ഒന്നും ചെയ്തിട്ടില്ല. ഫേസ് വാഷ് വെച്ചിട്ടൊന്ന് മുഖം കഴുകിയെന്ന് മാത്രം. അപ്പോൾ മുഖം ചോന്നിരിക്കുന്നെന്താ, മൂക്ക് ചോന്നിരിക്കുന്നെന്താ നിങ്ങൾക്ക് എൻ്റെ ലെൻസ് വെക്കുന്ന വീഡിയോ കണ്ടാലും മനസ്സിലാവും. ഫസ്റ്റ് മോയ്സ്ചറൈസർ ഇട്ട് കൊടുത്തു. പിന്നെ അടുത്ത് നമുക്ക് വേണ്ടത് ഫൗണ്ടേഷനാണ്. അപ്പോൾ ഞാൻ കുറച്ച് കയ്യിലെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഞാൻ എൻ്റെ കൈ കൊണ്ട് തന്നെ മുഖത്തൊക്കെ ഒന്ന് ആദ്യം ഡോട്ട് ഇട്ടെടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാം. പിന്നെ ഇതാ എൻ്റെ അടുത്ത് ഒരു കോർണർ സ്റ്റിക്ക് ഉണ്ട്. അപ്പോൾ ഇത് ഞാനിപ്പോൾ കോർണർ ചെയ്യാൻ വേണ്ടിയിട്ടല്ല കേട്ടോ ഇവിടെ യൂസ് ചെയ്യുന്നത്. അതിഥി റാവുവിൻ്റെ മേക്കപ്പ് ലുക്കിന് ഒരു യെല്ലോഷ് കളർ കൂടി മുഖത്ത് വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ആ ഒരു ഫൗണ്ടേഷൻ മാത്രം നമുക്ക് റെഡി ആവില്ല. അപ്പോൾ ഞാൻ ആ കോണ്ടോർ കൂടി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം എൻ്റെ അടുത്ത് അതിനുള്ള BB ക്രീമോ CC ക്രീമോ ഒന്നും ഇല്ല. അപ്പോൾ നമ്മൾ കയ്യിലുള്ളത് വെച്ച് എന്തൊക്കെ ചെയ്യാമെന്നുള്ളതാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ മോനസിൻ്റെ കൈയും കാലും പിടിച്ചിട്ട് അവൻ്റെ പെൻസിലിൻ്റെ ഷാർപ്പനർ ഒന്ന് വാങ്ങിച്ചെടുത്തിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ എൻ്റെ കയ്യിലുള്ള ഐബ്രോ പെൻസിൽ തീരെ ഷാർപ്പില്ല. അപ്പോൾ അതൊന്ന് ഷാർപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് അതിൻ്റെ തീരെ തിക്കല്ലാത്ത, എൻ്റെ തീരെ ഷേപ്പില്ലാത്ത ഐബ്രോ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. അതിഥി റാവുവിൻ്റെ ലുക്കിൽ ഈ ഒരു ഐബ്രോക്ക് ഭയങ്കര തിക്കായിട്ടാട്ടോ കാണപ്പെടുന്നത്. അതായത് നല്ല ബ്ലാക്ക് കളറായിട്ടാണ് കാണുന്നത്. പക്ഷേ എനിക്ക് എന്താണെന്ന് അറിഞ്ഞൂടാ, അത്രയും അങ്ങോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വൃത്തിയേടായി പോകുന്നു തോന്നുന്നുണ്ട് ഞാൻ അത്ര അങ്ങോട്ട് ബ്ലാക്ക് ആക്കുന്നില്ല. എന്നാലും അത്യാവശ്യം കുറച്ച് തിക്കായിട്ട് തന്നെ ആട്ടോ വരയ്ക്കാൻ നോക്കിയത്. പിന്നെ എൻ്റെ ഈ ഒരു ലുക്ക് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് എന്താണെന്നറിയോ, നമ്മുടെ ആ മീശ മാധവൻ എന്ന് പറഞ്ഞ ആ സിനിമയിൽ പിള്ളേച്ചൻ എന്ന് പറഞ്ഞ ജഗതിയുടെ ഒരു ക്യാരക്ടർ ഇല്ലേ, അതൊക്കെ പോലെ എനിക്ക് ഏറെക്കുറെ തോന്നി. പിന്നെ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. പിന്നെ വെച്ചാൽ ഞാനിപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, വീണ്ടും പറയാം കേട്ടോ, ഞാനൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ഒന്നല്ല. പിന്നെ വെച്ചാൽ കുറച്ചൊക്കെ എനിക്ക് അത്യാവശ്യം മേക്കപ്പ് ചെയ്യാനൊക്കെ അറിയാൻ താനും, എന്നാലും എനിക്ക് അതിൻ്റെ പോലൊക്കെ ചെയ്തെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ലിപ്പാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതിഥി റാവുവിൻ്റെ ലിപ്പ് വന്നിട്ട് ഒരു ന്യൂഡ് ഷെയ്ഡും പിന്നെ ഒരു പിങ്കിഷ് കളർ കൂടിയാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഫസ്റ്റ് എൻ്റെ അടുത്തുള്ള ഒരു പിങ്ക് കളർ ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു ന്യൂഡ് ലിപ്സ്റ്റിക് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ഒരു മേക്കപ്പ് ലുക്കിന് ഇവനാണ് കേട്ടോ താരം. കാരണം എന്താ വെച്ചാൽ ഈ ഒരു ലുക്കിൽ നമ്മൾ നോസ് റിങ് ആഡ് ചെയ്യുന്നുണ്ട്. അതായത് അതിഥി റാവു നോസ് റിങ് ഇടുന്നുണ്ട്. പിന്നെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതിഥി റാവുവിൻ്റെ നോസ് റിങ് വന്നിട്ട് ചെറുതാട്ടോ, കുറച്ചുകൂടി ചെറുതാണ്. പക്ഷേ ഇത് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി വലുതാണെന്ന്. കാരണം ഞാൻ മീഷോയിൽ കുറേ കിടന്ന് തപ്പിയപ്പോഴൊക്കെ എനിക്ക് വലിയ നോസ് റിങ്ങാനാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ചെറുതൊന്നും അതിൽ കാണിക്കുന്നില്ലായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഇതന്നെ മതിയെന്ന്, അതുകൊണ്ട് അഡ്ജസ്റ്റ് ആക്കാമെന്ന്. എന്തായാലും നോസ് റിങ് കിട്ടിയാൽ പോരെ, വലുതും ചെറുതും നോക്കണ്ടല്ലോ. അപ്പോൾ ഞാനിത് അതൊക്കെ വെച്ച് വന്നിട്ടുണ്ട്. ഇത് നോസിൽ വെക്കാന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ടാസ്ക് ആയ കാര്യം തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ അത് വെക്കുന്നതിനനുസരിച്ച് തന്നെ ഊരി പോരുന്നുണ്ടായിരുന്നു ഗൈസ്. അത് മുക്കിലിരിക്കുന്നുണ്ടായിരുന്നില്ല. എന്നാലും ഞാൻ അഡ്ജസ്റ്റ് ആക്കിയൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഷോ ഒക്കെ കാണിക്കുന്നുണ്ട്. ഇത്രയും കഷ്ടപ്പെട്ടുണ്ടെങ്കിൽ കുറച്ച് ഷോ ഒക്കെ ഇറക്കണ്ടല്ലേ. പിന്നെ അതാ ഞാൻ ഷോള് മാറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ബ്ലാക്ക് ഷോളാട്ടോ അതിഥി റാവു അതിലിട്ടിട്ടുണ്ടായിരുന്നത്. അതെന്ന് വെച്ചാൽ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഷോളാണ്. അപ്പോൾ ഇതെനിക്ക് തലയിൽ അങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നില്ല. അത് ഞാൻ തപ്പിത്തിരിഞ്ഞ് മടുത്തു ഗൈസ്. അപ്പോൾ ഞാനിതാ അതും കൂടി ഇടുന്നുണ്ട്. അപ്പോൾ എൻ്റെ മേക്കപ്പ് ലുക്ക് കംപ്ലീറ്റ് ആവായിട്ടൊന്നല്ല കേട്ടോ ഞാൻ കരയുന്നത്. ഇതിൽ അതിഥി റാവുവിൻ്റെ ഒരു ലുക്ക് വന്നിട്ട് ഭയങ്കര സാഡായിട്ടുള്ളൊരു സംഭവമൊക്കെയാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ അഭിനയിച്ച് മരിക്കുകയാണ് ഗൈസ്. അതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
പോകുന്നത്. അപ്പോൾ എന്തായാലും എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയാം. ഇഷ്ടപ്പെട്ടാലും പെട്ടില്ലെങ്കിലും ഞാൻ ഏറെക്കുറെയൊക്കെ റെഡിയാക്കി എടുക്കാൻ നോക്കിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ ഇത് മൂക്കിൽ നിൽക്കുന്നില്ല ഗൈസ്, അത് നല്ല വേദനയുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും എൻ്റെ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം കേട്ടോ. എന്തായാലും ലൈക്ക് ചെയ്തേക്കണേ, കാരണം ഞാൻ അത്രയും ബുദ്ധിമുട്ടി ചെയ്തതാണ്. ലൈക്ക് ചെയ്യുന്നുള്ള എനിക്കറിയാം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ കമൻറ്റിൽ അറിയിക്കുക. പിന്നെ ഇതുപോലത്തെ വീഡിയോസ് ഞാൻ ഇനിയും ഇൻസ്പയർഡ് മേക്കപ്പ് ലുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു ക്യാരക്ടറിനെ നിങ്ങൾ സജസ്റ്റ് ചെയ്തോളൂ. അപ്പോൾ ഞാൻ എനിക്ക് കഴിയണ പോലെയൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടേക്ക് കെയർ ആൻഡ് അസ്സലാമു അലൈക്കും, ബൈ.